Joining with us, Prateek Kurup, the lawyer of Pulsar Suni, the key accused in the Kerala actor assault case. സോ ഈ ഒരു ട്രയൽ നടക്കുന്ന സമയങ്ങളെല്ലാം തന്നെ ദിലീപിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനിയെ അറിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനോട് എന്താ തോന്നുന്നു, അത് സത്യമാണോ? പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. ദിലീപിനെ അറിയില്ല എന്ന് ഞങ്ങൾക്കൊരു കേസില്ല. ദിലീപിന് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവാം. എനിക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതൊരു ഇൻ ക്യാമറ ട്രയലായിരുന്നു. ഞാനതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. ദിലീപിനെ അറിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദിലീപിനെ പൾസർ സുനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്? ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് അവർ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പല മൂവി സെറ്റിൽ വെച്ചിട്ട്, അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ, കാർ പാർക്കിംഗ് ഏരിയ, പിന്നെ സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു പൾസർ സുനിയും ദിലീപും തമ്മിലുണ്ടായിരുന്നത്? പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടൊന്നും എനിക്കിപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവർക്ക് അറിയാം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം മറ്റ് ഒന്നിലേക്ക് ഞാനിപ്പോൾ ഒരു പെൻഡിങ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. ഇപ്പോൾ നാളെ വിധി വരുന്ന ദിവസമാണല്ലോ, അത് കഴിഞ്ഞാൽ എനിക്ക് പറയാം. അല്ലാണ്ട് പൾസർ സുനിക്ക് ദിലീപിനെ അറിയില്ല എന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ദിലീപിന് അങ്ങനത്തെ ഒരു കേസുണ്ട്, ശരിയാണ്. പൾസർ സുനിക്ക് ദിലീപിനെ അറിയാം എന്ന് തന്നെയാണ് ഞങ്ങളുടെ കേസ്. ബാക്കി പ്രോസിക്യൂഷൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ അറിയാം എന്ന് തന്നെയാണ് ഞങ്ങളുടെ കേസ്. പൾസർ സുനി ജയിലിരുന്നുകൊണ്ട് ദിലീപിന് ഒരു കത്ത് എഴുതുണ്ടായി. ആ കാര്യം പൾസർ സുനി കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ടോ? പൾസർ സുനി അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു കേസില്ല. അതെല്ലാം ഞങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പ്രോസിക്യൂഷൻ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് പൾസർ സുനി അങ്ങനെ ഒരു കത്ത് എഴുതുന്ന ഞങ്ങൾക്കൊരു കേസില്ല. എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ടൊരു അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. പൾസർ സുനി അങ്ങനെ ഒരു കത്ത് എഴുതി ഞങ്ങൾക്കൊരു കേസില്ല. ഇപ്പൊ കത്ത് എഴുതി എന്നുള്ള കാര്യം സുനി നിരാകരിച്ചിട്ടുണ്ടോ കോടതിയിൽ? അതും എനിക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം പെൻഡിങ് ആയതുകൊണ്ട് നാളെയല്ലേ ജഡ്ജ്മെൻറ്റ് വരുള്ളൂ. ഞങ്ങളുടെ ഡിഫൻസ് അത് തന്നെയാണ്. കത്ത് എഴുതിയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ കേസ്. സുനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് ഞങ്ങളുടെ കേസ്, 100%. പിന്നെ കോടതിയല്ലേ വിധി പറയട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ പൊതുവിലുള്ള ഒരു ധാരണ പ്രകാരം താങ്കളുടെ ക്ലയന്റിന് ശിക്ഷ ലഭിക്കുമെന്നും, പക്ഷേ ഇതിന്റെ ഗൂഢാലോചന നടത്തിയെന്ന് പറയപ്പെടുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ സുനി അതിൽ ഓക്കെ ആയിരിക്കും? അതായത് ഗൂഢാലോചന നടത്തിയ ആൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുകയും സുനിക്ക് ശിക്ഷ ലഭിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും? വിധിയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു അഭിപ്രായം പറയാൻ ഒക്കില്ല. അത് ജഡ്ജി തീരുമാനിക്കട്ടെ. വളരെ വിശ്വാസമുള്ളൊരു ജഡ്ജിയാണ്. അങ്ങേയറ്റം ഒരു റെസ്പെക്റ്റബിൾ ലേഡിയാണ്. അപ്പോൾ കോടതി വിധി പറയട്ടെ. അപ്പോൾ അതിൽ 8ാം പ്രതി ആണ് ഇദ്ദേഹം. അയാൾ കോൺസ്പിറസിയിലുണ്ടായിരുന്നില്ല, അതൊക്കെ കോടതിയുടെ തീരുമാനമാണ്. അതിലൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. സുനി ഇതിൽ കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ സുനി ഇതിൽ അവനെ അബദ്ധവശാൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവനെ ഇതിൽ പ്രതിയാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് കോൺസ്പിറസി ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആണോ, അത്തരം കാര്യങ്ങൾ കുറിച്ചൊക്കെ അതൊക്കെ കോടതി പറയട്ടെ. നമുക്ക് നാളെ വിധി വരുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം.